ആ, നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എത്തി വീണ്ടും ജസീദകളുടെ അമ്പലത്തിൽ. ഇന്ന് പക്ഷേ ഇന്നലത്തെ പോലെയല്ല, ആകെ ടോട്ടൽ ആകെ മാറി. കാരണം ഇന്ന് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഉത്സവമാണ്. അപ്പോൾ ഒരു ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് ജസീദുകൾ എത്ര ദിവസമാണ്, വലിയ ചടങ്ങുകളുടെ ദിവസമാണ്. അപ്പോൾ എത്രയും ആൾക്കാർ വന്നു, ഭയങ്കര ക്രൗഡായി ഈ അമ്പലത്തിനുള്ളിലും പുറത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നലെ വന്ന പോലെയല്ല, ഭയങ്കര ക്രൗഡാണ്. പിന്നെ എല്ലാവരും ഞങ്ങളങ്ങനെ നോക്കുന്നുണ്ട്. കാരണം ഇന്നലെ വന്നവർക്കല്ലേ എന്നെ അറിയുള്ളൂ, ഞങ്ങളറിയുള്ളൂ. ഇപ്പോഴും വന്ന് കാണുന്ന ആൾക്കാർക്ക് അറിയില്ല ഇവരെന്താ ഇവിടെ എന്നുള്ള എല്ലാ അത്ഭുതത്തോട് നോക്കുന്നുണ്ട്. എന്തായാലും അവരുടെ ആ ഒരു കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവാണ്, ഒന്ന് കണ്ടോളൂ. هاتم لاله شمال شب هشتای برنار و خوش لبر درگاه شیخ خادی بوم درویشک خیر خپوش لبر درگاه شیخ خادی بوم درویشک خیر خپوش هاتم لاله شمال کنیاز بیماه را پاکیه برات و برگ و چاکیه لالش روشاه ولات من کم نواره بی خاکیه لالش روشاه ولات من کم نواره بی خاکیه آتم لالش من نهوش بهشتا بالنور وخوش خاتم لاله من نهوش بهشتا بالنور وخوش. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഒരുവിധം എന്താ പറയുക, ആൾക്കാരൊക്കെ ഇവിടെ എത്തി അവരുടേതായ പൂജകൾ കാര്യങ്ങൾ അപ്പോൾ ചെയ്ത് അവർ പിതൃക്കൾക്ക് പൂജ ചെയ്യുന്നു. അവരുടെ അപ്പുറത്ത് അവരുടെ ഗാഡിയാണ്, അത് അവിടെ പോയിട്ട് പിതൃക്കൾക്ക് പൂജ ചെയ്യണു. ഇവിടെ വന്ന് അവരുടെ ദൈവത്തിനെ പൂജ ചെയ്യണു. അങ്ങനെ എന്താ പറയുക, ഇന്നലെ വന്നപ്പോൾ അവസ്ഥയല്ല. ഇന്നലെ വന്നപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ഇന്ന് കുറേ ആൾക്കാരാണ്. അമ്പലത്തിനുള്ളിൽ ഞാൻ കണ്ടുവല്ലോ. ഇപ്പോൾ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവരുടെ ജീവിതത്തിൽ, അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചിട്ടുള്ള ഒരു ജനതയാണ് യസീദികൾ. അത് ചരിത്രകാലം തൊട്ടേ ഉണ്ട്. അപ്പോൾ അത് എന്താ പറയുക വെച്ചാൽ, ഇപ്പോൾ ഏറ്റവും അവസാനം ISSൻ്റെ കാലത്ത് ഒരുപാട് അവരെ ആക്രമിച്ചു. അവരൊക്കെ രാജ്യം വിട്ട് ഓടേണ്ടി വന്ന് പല രാജ്യങ്ങളിൽ പോയി ഭയങ്കര അധികം ദുരന്തങ്ങൾ ആ സമയത്ത് അവർ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ലാസ്റ്റ് ഗേൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇതിനെക്കുറിച്ചാണെന്നാണ് ഞാൻ അറിവ്. ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ കേട്ടറിവാണ് പറയണത്. അപ്പോൾ അവരുടെ പീഡനം അത്ര അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും ആ പുസ്തകത്തിൽ നിന്ന്. അങ്ങനത്തെ ഒരു ജനത ഇവിടെ ഇരിക്കുന്നു. പക്ഷെ അവർ മുരുകാനായിട്ടൊരു കാലത്ത് കണക്റ്റഡാണ് ആൾക്കാർ. അവർ ഈ മുരുകത്തിൽ വീണ്ടും കണക്റ്റ് ചെയ്യിക്കണം. അപ്പോൾ ഭഗവാന്റെ ഡയറക്ഷൻ, ഇപ്പോൾ നമ്മൾ താവോയിസ് ആൾക്കാർ നമ്മുടെ യാഗത്തിന് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ആ യാഗം നടത്തിയ പോലെ ഇവരെ കൊണ്ടുവന്ന് ആ കണക്ട് ചെയ്യിക്കണതിന് ഭാഗമായിട്ടാണ് ഭഗവാൻ എന്നെ ഇവിടേക്ക് അയച്ചത്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരിക്കലും അറിയില്ല ഇന്നത്തെ ഈ ദിവസം, ഈ അമ്പലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഞാൻ ഇന്നലെയാണ് ഉദ്ദേശിച്ച് വന്നത്, ഇന്നലെ ഷഷ്ടിയായിരുന്നു.
പക്ഷെ ഇന്നലെ ഇവിടെ വന്നപ്പോഴാണ് അറിയണത് ഇന്നാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം എന്ന്. ഞാൻ യസീദികളെ തേടി എങ്ങോട്ട് പോകണമെന്ന് ലോകത്ത് മുഴുവൻ പോകണ്ട, ലോകത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരും, യസീദികൾ ഇവിടെ വരും, നീ വരുന്ന സ്ഥലത്ത് വരും എന്ന് പറഞ്ഞ് ഭഗവാൻ കൂട്ടിക്കൊണ്ട് പോയെന്ന പോലെ. കാരണം ഇറാഖിൽ നിന്നൊക്കെ മെയിൻ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ അങ്ങനെ എല്ലാ ലോകത്തിലും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നീ ഇവിടെ വന്നാൽ മതി, അവരെയൊക്കെ ഞാൻ അവിടെ എത്തിച്ചോളാമെന്ന് ഭഗവാൻ പറയണോ പറഞ്ഞ പോലെ ആയിരിക്കുന്നത്. പറയണോ അങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്നലെ വന്ന് ഞാൻ സംസാരിച്ചിരുന്നു, സ്കോളറെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, കുറേ ആൾക്കാർ സംസാരിച്ചിരുന്നു. അപ്പോൾ സ്കോളറെ ഞാൻ ഒരു നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം യസീദികളെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്യണതാണ്. ആളെ നമ്മുടെ അടുത്ത യാഗത്തിൽ ക്ഷണിച്ചു, ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരുപാട് ഫോട്ടോ ഈ അമ്പലത്തിന് കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഹിതനൊക്കെ വന്നിട്ടുണ്ട് ഇറാഖിൽ നിന്ന്, പക്ഷെ അവരൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അത്രയും ജനക്കൂട്ടായ അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്, ആ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും നമ്മൾ ആ ഭഗവാന്റെ ആ ഒരു ഇത് കൊടുക്കണം. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചു, ഇന്നും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ആ എനർജി കണക്ട് ചെയ്തു. ഇനി അത് തുടർന്ന് പൊക്കോളും. ആ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അതിന് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഭാവസാഹിത്യം നടന്നു പൊക്കോളും. ഇന്ന് ആ ഫോട്ടോ കൊടുക്കണം എന്നാണ് ആഗ്രഹം. അത് നടന്നാൽ ഏറ്റവും വലിയ അനുഗ്രഹത്തോടു കൂടി ഇരിക്കാം. ഇനി അടുത്ത കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ അത്രയധികം ജനക്കൂട്ടമുണ്ട്, പ്രോഗ്രാമുണ്ട്. ഓക്കെ, ശരി കേട്ടോ. അപ്പം എന്താ പറയാന്നറിയില്ല.
എങ്ങനെയൊക്കെ ഇത് നടക്കണമെന്ന് അറിയില്ല. എല്ലാം അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ദിവസം അറിയാണ്ട് ഞാൻ അർമേനിയയിലേക്ക് വരണം. ഇന്നലെ ഷഷ്ടിക്ക് വരണതാണ്. ഇന്ന് ഇവിടെയാണ് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. അതായത് യസീദികളുടെ സ്ഥലത്തേക്ക് ഞാൻ നടക്കണ്ട, എല്ലാ യസീദികളെയും ഇവിടേക്ക് എത്തിക്കാൻ നീ അങ്ങോട്ട് വന്നാൽ മതി എന്ന് ഭഗവാൻ പറഞ്ഞ പോലെയായി കാര്യങ്ങൾ. കാരണം നീ ഓരോ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, നീ ഇവിടെ വരിക, ബാക്കിയുള്ള യസീദികൾ ഇവിടെ എത്തും എന്ന് പറഞ്ഞ പോലെയായി. നിങ്ങൾക്ക് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാഖിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അതിൻ്റെ പുറത്തൊരു സൈഫിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറാഖിലത്തെ പ്രധാന ഏറ്റവും മെയിൻ പുരോഹിതൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പരിപാടിക്ക്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുരുകവാന് ഫോട്ടോ കൊടുക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ എങ്ങനെ എത്രത്തോളം അത്ഭുതകരമായി നടക്കണമെന്ന്. അതായത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇറാഖിലത്തെ പുരോഹിതൻ ഇവിടെ എത്തേണ്ട ഒരു ദിവസമായിരുന്നു. അദ്ദേഹം ഇവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ആളാണ്. അത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ട്. അറിയാലോ യസീദുകളുടെ ആ കാര്യങ്ങളെ കുറിച്ചിട്ട്. ആ അത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ആളുടെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ മുരുകാൻ്റെ പടം മേടിക്കുകയും അദ്ദേഹം അത് സന്തോഷത്തോട് സ്വീകരിക്കുകയും ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുകയും ചെയ്തു. എന്താ പറയുക, പഴനിയാണ്ടവൻ്റെ തീരുമാനം, അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ, മുരുകയുഗമാണത്. ഇതെല്ലാം നടന്നേ പറ്റൂ. ഞാനും നിങ്ങളൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഭാഗം എല്ലാം സന്തോഷത്തോടു കൂടി ഗംഭീരമായിട്ട് അങ്ങനെ ഭഗവാനെ ഏൽപ്പിച്ച ഈ ഡ്യൂട്ടി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി അതിഗംഭീരമായി നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. വെറ്റുവേൽ മുരുകനിക്ക് ഹരോഹര, ജ്ഞാനവേൽ മുരുകനിക്ക് ഹരോഹര, ജ്ഞാന 2000 മണിക്ക് ഹരോഹര, വീരവേൽ മുരുകനിക്ക് ഹരോഹര, ജയ് പൈനാണ്.